അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പോൾ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. ഇപ്പോൾ പറഞ്ഞത് റാഷിദ്, ഇപ്പോൾ ദീപ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ തെളിവെടുപ്പിനായി വീട്ടിലെത്തിയതാണ് പോലീസ് രാഹുൽ ഈശ്വറിനെയും കൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. രാഹുൽ പ്രതികരിക്കുന്നതാണ് കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർത്തില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്ന വീഡിയോകൾ തുടരുക തന്നെ ചെയ്യും. അത് നിർത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിവെടുപ്പിന് അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളടക്കം കണ്ടെത്തുന്നതിന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ രാഹുൽ പ്രതികരിച്ചത്. ഈ വീട്ടിൽ വെച്ചിട്ടാണ് യാഗ എന്നുള്ള ഈ വീട്ടിൽ വെച്ചിട്ടാണ് ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. RB സനൂപുകളുമായി. സനൂപ്, ഈ ലാപ്ടോപ്പ് കിട്ടിയോ? അജിംസ്, അല്പസമയം മുമ്പാണ് രാഹുൽ ഈശ്വറിനെ പൗടിക്കൊണ്ടുള്ള യാഗ് എന്ന വീട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ പോലീസ് രാഹുൽ ഈശ്വറുമായിട്ട് അകത്തേക്ക് പോവുകയുള്ളൂ. ഇപ്പോഴാണ് പുറത്തിറങ്ങിയത്. കാരണം വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഭാര്യ ദീപ രാഹുൽ എത്തിയ ശേഷം വീട് തുറന്നാണ് ഇപ്പോൾ പോലീസ് രാഹുൽ ഈശ്വറുമായിട്ട് അകത്തേക്ക് പോയത്. ആ സമയത്ത് രാഹുൽ ഈശ്വർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ചിത്രീകരണം താൻ നിർത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താൻ ഇനിയും വീഡിയോ തയ്യാറാക്കി അത് പോസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത്. ഇന്നലെയാണ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചു, അതേപോലെ അപമാനിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. 5 പേർക്കെതിരെ ഈ സൈബർ ആക്രമണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. 1ാം പ്രതി രഞ്ജിത പുളിക്കലാണ്. അങ്ങനെ 5 പേർക്കെതിരെ ആണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അതിൽ രാഹുൽ ഈശ്വറുമായിട്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ പൗടിക്കൊണ്ടുള്ള യാഗ് എന്ന വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതും അത് ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വറുമായിട്ട് സൈബർ പോലീസ് അദ്ദേഹത്തിന്റെ പൗടിക്കോണത്തുള്ള യാഗ് എന്ന വീട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സംഘം ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഈ ലാപ്ടോപ്പുകളൊന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ലാപ്ടോപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് പോലീസിന് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ട ഒരു നടപടിക്രമം തന്നെയാണ്. പക്ഷേ അതിവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധന പോലീസ് വീട്ടിൽ എമ്പാടും നടത്തും. ഒരുപക്ഷെ ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കി തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കാനാണ് പോലീസ് ശ്രമിക്കുക. ഇപ്പോഴെന്തായാലും ഈ പൗടിക്കോണത്തുള്ള യാഗ് വീട്ടിൽ അവിടെ ഈ ലാപ്ടോപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഈ രാവിലെ സൈബർ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്തും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു. നേരെ വീട്ടിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത്. ലാപ്ടോപ്പ് കണ്ടെത്താൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പൗടിക്കോണത്ത് വീട്ടിലെത്തിക്കുകയും വീട്ടിലെത്തിച്ച ശേഷവും രാഹുൽ പറയുന്ന കാര്യം താൻ ഇനിയും വീഡിയോ ചിത്രീകരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വിളിച്ചു പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കും എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ തുടർന്നും ഈ വീഡിയോ ചിത്രീകരിക്കും എന്നുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ശരി, രാഹുൽ ഈശ്വറിനെ കൊണ്ട് ലാപ്ടോപ്പ് കണ്ടെടുക്കാനുള്ള തെളിവെടുപ്പ് നടക്കുകയാണ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തുള്ള വീട്ടിൽ.